എന്താ ബർത്ത്ഡേ കൂടുതൽ കൊമ്പുണ്ടാകാനോ? അങ്ങനെ പോണാക്ക ഇബ്രാഹിമേ, രണ്ടാളൊക്കെ ഉണ്ടാകുമ്പോ ബസ് ചാർജ് കുറച്ച് കുറക്കാൻ പറയാൻ ഡ്രൈവറോട്. നമുക്ക് കൂട്ടാ ചെയ്യല്ലേ, നമ്മളെ ബസ് തന്നെയല്ലേ. ഏതൊക്കെ വിഷയങ്ങള്? EVS, മാത്സ്, CE, മലയാളം, മാത്സ്. EVS എന്താണ്? മാപ്പിളാരെ എന്തെങ്കിലും ഷൂ അയച്ചിടുക അല്ലെങ്കിൽ ചെരുപ്പ് അയച്ചിടുക. ആ വൃത്തിയോട് കാണുമ്പോണ്ടല്ലോ ഒന്ന് തുടച്ച് വൃത്തിയാക്കണ പെണ്ണുങ്ങളാരുണ്ട്, കഴുകി വൃത്തിയാക്കിയാണ്ട്. ഇതിന്റെ കോലം നോക്കണേ, കാണിച്ചു. ഞാൻ കാര്യം പറയട്ടെ. ഹലോ ഗായ്സ്, ഹലോ ഗായ്സ്. ശ്രീ ഔദുക്കുഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ID കാർഡൊക്കെ വെച്ച് സെറ്റപ്പായി എന്റെ കുട്ടി ഉഷാറായി. എന്നാ ID കാർഡ് കിട്ടിയത്? ഇന്നലെ കിട്ടിയത്? സൂപ്പറായിക്കണേ ട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം അല്പസമയത്തിനകം വേദിയിൽ എത്തിച്ചേരുന്നതാണ്, ഗ്രീൻ റൂമിൽ എത്തിച്ചേരേണ്ടതാണ്. ശ്രീ ഇബ്രാഹിം, എന്താണ് ഇന്നത്തെ സ്കൂളിലേക്ക് പോകുന്നതിന് ഉദ്ദേശശുദ്ധി? എന്താണ്? റിസൾട്ടോ? ഫസ്റ്റ് A കിട്ടി, പിന്നെ B കിട്ടും, പിന്നെ C കിട്ടും. എന്തിന്റെ റിസൾട്ട്? കളറിന്റെ റിസൾട്ട് ഒന്നും വരാനൊന്നുമില്ല. എനക്കൊന്നും ഉണ്ടാവൂല. ഇജ്ജ് കുതിരനെ ഫുള്ളും കളർ കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ കുതിരക്ക് പിങ്ക് എന്താ, കുതിരക്ക് കളർ കൊടുത്താലും കളർ കൊടുത്ത് കഴിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വൃത്തി മാത്രല്ല. ഒരു കളർ യുവർ ഐഡിയാസ് എന്ന് പറഞ്ഞാലേ, ഒരു കുതിരനെ കാണിച്ചു തരുമ്പോ കുതിരക്ക് നമ്മളെ നാട്ടിൽ ഏതൊക്കെ കളറിലുള്ള കുതിരനെ ഉണ്ടാവുക നോക്കണം. എന്താ എനിക്കറിയില്ല കുതിരക്ക് ഏത് കളർ ഉണ്ടായാലും, കറുപ്പ് അല്ലെങ്കിൽ കാപ്പിയാണ് ഉണ്ടാകുക എന്നില്ല, അല്ലെങ്കിൽ വെള്ള. യൂണിക്കോൺ പിങ്ക് ഒക്കെയാണ് ഉണ്ടാകുന്നത്. ലൈറ്റഡ് ഗൈസ്. എന്ത് ഇതെന്താ ഇവിടെ പൈസ വെച്ചിക്കണേ? എത്ര? 1300. അങ്ങനെ പോണാക്ക ഇബ്രാഹിമേ, രണ്ടാളൊക്കെ ഉണ്ടാകുമ്പോ ബസ് ചാർജ് കുറച്ച് കുറക്കാൻ പറയാൻ ഡ്രൈവറോട്. നമുക്ക് കൂട്ടാ ചെയ്യല്ലേ. എന്തേ നേരെ വൈകിട്ടോ? ഇന്നലെ വെച്ചതാ. എന്തത് റോബോട്ടൊക്കെ അരച്ചിക്കണ? എനിക്കതിനെ സ്കെയിൽ ഉപയോഗിച്ച് കുറെ ലൈൻസ് ഒക്കെ വരുന്ന ചിത്രങ്ങൾ നല്ല ഇഷ്ടല്ലേ. അത് സൂപ്പർ ആയിക്കണം കേട്ടോ, അതൊന്നും പറയാനില്ല. എന്റെ കുട്ടി വലുതായിട്ടൊരു ചിത്രരചനാകാരനായി മാറട്ടെ. എനിക്കൊരു ഡ്രോയിങ് ബുക്ക്, കുറച്ച് കളർ പെൻസിലുകളും മെഴുകും ഇതൊക്കെ വാങ്ങിത്തരാം. ഓക്കെ, മെഴുകും പെയിന്റ് ഒക്കെ വാങ്ങിത്തരാം ഞാൻ. ഓക്കെ, ഏകദേശം എഫർ ഫുള്ള് കഴിഞ്ഞില്ലേ? കഴിഞ്ഞൊക്കെ നമുക്കറിയാലേ. ഞാൻ അതിന് പോരാ. എന്റെ ഇതെടുത്ത ഗാന്ധിജിനെ കരച്ചിക്കണേ. രണ്ടുകൊണ്ട് ഗാന്ധിജിനെ അരച്ച ആളാണോ? 5 കൊണ്ട് ചിപ്പച്ചിനെ ഇറക്കണം അങ്ങനെയാണെങ്കിൽ. 3 കൊണ്ട് ഞെറുക്കാൻ കഴിയാ?
പുതിയ ടൈയോ മറ്റേ ടൈ കടയിച്ചില്ലേ കേടല്ല സ്റ്റാപ്ലർ അടിച്ചതാണ് ഇമ്മച്ചൊന്നും വിശ്വസിച്ചു ഇത് ഞാന് ഇതിന്റെ ഉള്ളിലാണ് സ്റ്റിച്ച് ചെയ്യണം അത് ഞാൻ ഇടാൻ താഴ്ചതും അതാ പൊട്ടി കടയിൽ തന്നെ ഞാൻ കളയരുതിട്ടാ ജിബ്രാനൊക്കെ എടുത്ത് കളിച്ചിട്ട് നോക്കിക്കോളൂ ഇന്ന് ഏതൊക്കെ വിഷയങ്ങള് ഏതൊക്കെ വിഷയങ്ങള് EVS മാത്സ് സി മലയാളം മാത്സ് EVS എന്താണ് അതാണ് എന്താണ് ചോദിച്ചത് അറിയില്ല എനിക്കറിയോ EVS എനിക്കറിയോ EVS എന്താ എഡ്യൂക്കേഷൻ വൈഡ് സിലബസ് പിന്നെന്താ അതിന് വൈഡിന് W അല്ലേ ഇത് വൈഡ് അറിയണത് കുട്ടികളുടെ ആ വൈഡല്ല മറ്റേ ചെരിഞ്ഞു പോകാണ്ട് ആ വൈഡല്ല ഇത് അറിയില്ല എന്താണ് ഇല്ല അപ്പൊ പൊട്ടനാണ് എനിക്കറിയോ എന്നാ പറയ് ഫുള്ള് പറയ് ക്ലാസ് അതല്ല ഇപ്പൊ മാത്സ് ആകുമ്പോ എന്താ മാത്സ് മാമിന്റെ ക്ലാസ് മാത്സ് അറിയുമ്പോ കണക്ക് പിന്നെന്താ ഉള്ളത് EVS അല്ല ഹിന്ദി അറിയുമ്പോ ഹിന്ദി തന്നെ മലയാളം പറയുമ്പോ മലയാളം തന്നെ അതറിയ എനിക്ക് അറബി ഒന്നുമില്ല ഇവർക്ക് എടാ അതൊക്കെ പഠിച്ചിട്ട് വല്ല ഉപകാരം ഉണ്ടാവോ മലയാളത്തിൽ പറഞ്ഞു കൊടുത്തിക്കണു ആർക്ക് പാഠം 1 തൊട്ട് പാഠം 5 വരെ വായിച്ചു പ്രവർത്തികളൊപ്പം ചെയ്യണം മനസ്സിലായോ കോളർ പുറത്തേക്ക് ആക്കണം കേട്ടോ ടൈന്റെ എന്ത് പിന്നെ കാണിച്ച ഇബ്രാഹിമേ നേരല്ലടാ ഇതാണ് ശരിക്കും ഗാന്ധിജി ഇത് വേറെ ഗാന്ധിജിയിലെ ഇനി മതി ഉപ്പച്ചിന്റെ കുട്ടികൾ വന്നാണ് ചോട്ടാൻ കുട്ടിക്ക് വന്ന് തരാം അല്ല വേഗം നോക്കാറുണ്ടല്ലോ ഈറടിപ്പിച്ച റാഷിദാ സീപ്പിക്ക് ഇളക്കിയാണ്ടല്ലോ എനിക്ക് അറിയില്ലേ എന്താണ് കളറിങ്ങിന് അല്ലടി ഇന്ന് ബീഫ് വാങ്ങണ്ടേ ബീഫിന് കിട്ടോ ഇത് ടൈൻ്റെ നോക്കിക്കോ EVS എടുക്ക EVSന്റെ ടെക്സ്റ്റ് ഇതിലാക്കാതെ വെള്ളിയാഴ്ച ബീഫ് കഴിക്കാത്തവരൊക്കെ നമ്മളിതിന്ന് പുറത്തല്ലേ ഗൈസ് നമ്മളങ്ങനെയല്ലേ ചെയ്യല് ഇപ്പോ നമ്മളെ ടീമൊന്ന് പുറത്താക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇപ്പൊ നമ്മളൊക്കെയാണല്ലോ ഇതിന്റെ ആൾക്കാര് അപ്പൊ വെള്ളിയാഴ്ച ബീഫ് വാങ്ങാത്തവര് നമ്മളെ സമുദായത്തിൽ നിന്ന് പുറത്താക്കും അല്ലേ അബ്രോ വെള്ളിയാഴ്ച ബീഫ് വാങ്ങിയിട്ടില്ലേ നമ്മളെ സമുദായത്തിൽ നിന്ന് പുറത്താക്കൂലേ ആക്കൂലേ ആക്കൂലേ പറയ് പിന്നെ ജിബനും ടീഷി നീച്ചിട്ടില്ല കേട്ടോ ജിബനും ടീഷിയും പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഒന്നും നീച്ചിട്ടില്ല ജിബനൊക്കെ ഇവിടെ ഉറങ്ങി ഇന്നലെ നമ്മുടെ റൂമിലായിരുന്നു അടച്ചിരിക്കുന്നത് ജിബനോട് കണ്ടോ ഗൈസ് കണ്ടോ ഒച്ച ഉണ്ടാക്കാൻ പറ്റൂല ഒച്ച ഉണ്ടാക്കിയാലേ ഓല് നീച്ചോളേ ഓള് നീച്ചാലേ ഞാനേ ആട്ടിങ്ങനെ കൊടുക്കേണ്ടി വരും പറഞ്ഞാണ്ട് ഫുൾ ടൈം ആട്ടേണ്ടി വരും അങ്ങനെ ഇങ്ങനെ ഉറങ്ങൂലേ അതുകൊണ്ടാണ് കേട്ടോ സബ്സ്ക്രൈബേഴ്സേ ഓക്കെ സൗണ്ട് കുറക്കടാ എന്താ ടൈറ്റ് ബ്ലോക്കിൽ കഴിഞ്ഞോ
എന്നോടല്ലടാ സൗണ്ട് ഉറക്കാൻ പറഞ്ഞേ റിമോട്ട് അടിക്ക ഒരു വട്ടം പറഞ്ഞു എന്ത് കുറച്ചോ കുറച്ചും കേൾക്കണ്ട തോനെയും കേൾക്കണ്ട കേട്ടോ സ്കൂൾക്ക് പോകുമ്പോൾ സ്കൂൾക്ക് പോകാല്ല പരിപാടി എന്താ ഇതുപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയോ എന്താണ് സ്പെഷ്യല് ചോറ് പാക്ക് ചെയ്തിട്ടില്ലേ ആ നിങ്ങൾക്ക് അപ്പൊ ഗൈസ് ഇന്ന് നമ്മളെ കുട്ടികൾക്ക് കുഞ്ഞോളെ റെഡി ആക്കിയിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു വെറൈറ്റി സാധനം ഉണ്ട് പിന്നെ ചിക്കൻ കൊണ്ടൊരു വെറൈറ്റി സാധനം ഉണ്ട് പിന്നെ റൈസ് ഉണ്ട് ഓക്കെ ചോറിന് എന്താ ഇംഗ്ലീഷിൽ പറയാ മണിയോ അരിമണിയോ ആ സ്നാക്സിന് നമ്മള് മാംഗോ ആണ് എന്താ കേടാണ് അറിയാണ്ട് ഒരു തിന്നലുണ്ടാവില്ല കേട്ടോ എന്താണ് ഉരുളക്കിഴങ്ങിന് ടൊമാറ്റോ ഉരുളക്കിഴങ്ങിനോ ടൊമാറ്റോ അല്ല പൊട്ടാറ്റോ ടൊമാറ്റോ പറഞ്ഞ എന്താ ടൊമാറ്റോ പറഞ്ഞാല് ഇതായിരിക്കാ എണ്ണല്ലാതെ പൊരിച്ചോണ്ടിട്ടോ അതാകുമ്പളേ തടിക്ക് നല്ലതാ കോഴിമുട്ട ഒന്നോ ഒന്ന് ഡയലി എത്ര കോഴിമുട്ട ഒന്നും രണ്ടെണ്ണോ അപ്പൊ രണ്ടെണ്ണം കഴിച്ചൂടെ മുട്ട തിന്നും പിന്നെ പൊരിച്ചങ്ങാണ്ട് അന്തിക്ക് അവർക്ക് ചോദിച്ചാൽ അധികം മുട്ട എങ്ങനെങ്കിലും ഒരു ദിവസം രണ്ടെണ്ണം തിന്നണം മനസ്സിലായോ ഇനിയിപ്പോ തിന്നണ്ട ഇനി സ്മെല്ല് ഉണ്ടാവും ചോദിച്ചതെടുത്ത് കഴിഞ്ഞാല് അതൊരു അലച്ചേല് പറഞ്ഞിട്ടുള്ള സാധനം എന്ത് പൊക്കോണ് ടി വി ഇപ്പൊ ശരിയായിട്ടില്ലേ ഞാൻ നോക്കിട്ടില്ല ഉണ്ടല്ലോ നോക്കണ വീഡിയോ ഒക്കെ കാണുന്നു അങ്ങനെ ഉണ്ട് അബ്രു ഇപ്പോ സൗണ്ട് വേണ്ട ഒരുങ്ങിയില്ലേ മക്കളെ ഒരുങ്ങിയില്ലേ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയില്ലേ എന്താണ് കുഞ്ഞോളെ കുട്ടികൾക്കൊക്കെ എന്നെ കുറിച്ച് ഭയങ്കര പരാതികളാണല്ലോ എന്താണോടാ നീ പറഞ്ഞത് ഏത് പേപ്പറ് ചിത്രം വരച്ചതോ എന്തിനാണ് ഈ രണ്ട് വള്ളി എന്തിനാണ് അയക്കണത് എന്നോട് പറഞ്ഞാലും ഒരു വള്ളി അയച്ചാ മതിന്ന് മോളത്തെ വള്ളി അതിനുള്ളിൽ കിടക്കാവല് വെച്ചിട്ട് മറ്റേ വള്ളിയുടെ ഇടലാണ് ബസ് അസുഖല്ല വരുമോ ബസ്സാണ് വരുമോ മനസ്സിലായില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ എന്ത് ഓ പാഞ്ഞി മണ്ടിക്കൊന്ന് വേഗം നമ്മളെ ബസ് തന്നെ അല്ലേ എവിടെ ഊതാ ടാറ്റാ അത് വൈകുന്നേരം അവൻ്റെ അടുത്ത് കൊടുത്തത് നിങ്ങൾ അതിനായ്മ തൂങ്ങി ഇങ്ങനെ നീല കമ്പിമ്മ തൂങ്ങി അത് സ്കൂളിൽ കൊടുക്കണ്ടേ ഓൽക്ക് അല്ല മൂപ്പര് പോക്കറ്റിക്ക് ഇടുകയല്ലോ ചെയ്യാ ഇതെന്താ നിങ്ങളെ കാലും മതി കറുപ്പ് ഫുട്ബോൾ കളിച്ച് പരിക്കെത്തിയതാ ചെരുപ്പം കാണിച്ചു കൊടുക്കണ്ട
എത്തൊക്കെ ആകെ ഇങ്ങോട്ട് കേറ്റല്ലേ. ചില പെണ്ണുങ്ങളാരുണ്ട് മാപ്പിളാരെ എന്തെങ്കിലും ഷൂ അയച്ചിടുക അല്ലെങ്കിൽ ചെരുപ്പ് അയച്ചിടുക. ആ വൃത്തിയോട് കാണുമ്പോണ്ടല്ലോ ഒന്ന് തുടച്ച് വൃത്തിയാക്കണ പെണ്ണുങ്ങളാരുണ്ട്. കഴുകി വൃത്തിയാക്കിയാണ്ട് ഇതിന്റെ കോലം നോക്കണേ കാണിച്ചു കൊടുക്കും. ഞാൻ കാര്യം പറയട്ടെ. അടക്ക്. ചില പുതിയ പിള്ളേരുണ്ട് പെണ്ണുങ്ങളാരെ ഇടങ്ങേറാണ് കാണുമ്പോ ഒന്ന് സഹായിക്കുക എന്നുള്ളത്. ഞാൻ സഹായിച്ചു ഇല്ല. അപ്പൊ ഞാനും ഇങ്ങനെ തന്നെയാക്കാരം. എന്താ കുഞ്ഞോളി കളവ് പറയുന്നത്? നിങ്ങളെന്ത് സഹായം ഞാൻ സഹായിക്കലുണ്ടോ ഇല്ലെന്നില്ല ഗൈസ് പറയട്ടെ. നിങ്ങൾക്ക് സ്നേഹമൊക്കെ ഉണ്ട്. അപ്പൊ ഇച്ച് നല്ലോ അറിയാം. പക്ഷേങ്കില് സഹായല്ല. സഹായം പറഞ്ഞാല് കുഞ്ഞു പൂച്ചനെ ഇന്നലെ ഞാൻ ചോറിനപ്പ് കൊടുക്ക്. ഉന്നല്ലോട്ടോ നിങ്ങക്ക്. അയറ്റേ വല്ലാതെ നമ്മളെ പെര ഓലെ പെരയാണ് ഓലെ പൂതി. ഞാനവിടെ ഹാളിലിരുന്ന് ഞാൻ ചോറുന്നു കേട്ടോ ഇന്നലെ. ഇതൊക്കെ ഞാൻ ഇന്നലെ ഹാളിലിരുന്ന് ചോറുന്നാണ്. അതാ കാട്ടില് കുടുങ്ങിക്കോ. ആ പൂച്ചണ്ട് ഹാളിൽ കൂടെ ഇങ്ങനെ നമ്മളെ അടുക്കളയിലേക്ക് പോണ്. ഈ പൂച്ച ഞാൻ ഇന്നലെ ആളിൽ ഉച്ചക്ക് ഞാൻ ഇരിക്കണ്ട്. ഞാൻ അതിനെ കണ്ട് പേടിച്ചിക്ക. സാറില് കൂളായി കണ്ട് അടുക്കളയ്ക്ക് പോക. ഇത് ഇപ്പൊ ഇബലി ജനല് തുറന്നീനി. ആ ജനൽ കൂടെ കേറി ഞാൻ എന്തൊരു വെള്ളായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ നിലത്ത് കൂടെ ഒരു ജീവി ഇങ്ങനെ നടന്നിങ്ങനെ പോകും. അപ്പൊ പൂച്ചയാണ്. അത് ഞാൻ മക്കള് തുറന്നിടുന്നതാണ്. ഇവിടെ ആരെങ്കിലും ബെല്ലടിച്ച പോലെ ആദ്യം അതാ തുറക്ക ജനല്. പിന്നെ ഓല നടക്കൂലേ. ഞാൻ പറഞ്ഞിട്ട് തുറന്നാ മതി അറിയാണ്ട്. പിരിവാരാണെങ്കിൽ ഇവിടെ എല്ലാവരും അറിയിച്ചു. ഞാൻ എന്തെങ്ങളല്ലേ എന്നിട്ട് ഇവിടെ എത്ര പിരിവാർക്ക് പൈസ കൊടുത്തിക്കണേ? ഏത് എല്ലാരും ചോദിച്ചു ഈ സ്ഥലം എന്തായി എടുത്തോ ചോദിച്ചു. ഞാൻ എടുത്തിരിക്കുകയാണ്. നമ്മളിത് ഫുള്ള് നിരത്തി കുറച്ച് തോട്ടം അങ്ങനത്തെ കുറച്ച് ഗാർഡൻ സംഭവങ്ങളൊക്കെ ഗാർഡൻ ഉണ്ടാക്കണം അല്ലേ? അത് ഫുള്ള് കാടൻ ഫുള്ള് വെട്ടിക്കളയണം. കാടാണ് പെരുങ്കാട് അല്ലേ? അതെങ്കിലും ഉണക്കി തരും. ചക്ക ഏകദേശം 4 ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു പിലാവ് നമ്മളൊരു 4 കുഴിച്ചിട്ട് കേടുണ്ടാക്കോ ഗൈസ. ഇങ്ങനത്തെ ഒരു പ്ലാവ് ഒരു 4 നമ്മള് കുഴിച്ചിടാനുള്ള പ്ലാൻ ഉണ്ട് സ്ഥലത്ത്. അതേപോലെ റംബുട്ടാന്റെ അങ്ങനത്തെ ഒരു 10 റംബുട്ടാൻ തൈ തോട്ടം മാതിരി. അടക്കപ്പഴം എങ്ങനെ ഉണ്ടാവും? നല്ല അടക്കപ്പഴം. പിന്നെ മറ്റേ മാംഗോസ്റ്റി, പിന്നെ മാംഗോ, പിന്നെ പൈനാപ്പിൾ, കൈത, നിങ്ങളുണ്ടല്ലോ ഇവിടെ. പിന്നെ നിങ്ങളെ അറിവില് നല്ല ഇങ്ങനെ കുഴിച്ചിടാൻ പറ്റിയ എന്തെങ്കിലും ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരിട്ടോ അല്ലെ ഗൈസ്? ലവ്ഞ്ഞോളെ ഇത് പിന്നെ വലിയ രസമുണ്ടാവും. നഷ്ടമാണ് പറയുന്നേക്കാം. ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഇതൊക്കെയാണ്. അത് മറ്റെങ്ങനെ ഇങ്ങനെയൊക്കെ നീരാളി മാതിരില്ലേ അല്ലേ? കാണാനൊരു ഒക്കുവാണ്ട്. നല്ല ഫ്രൂട്ട്സ് തിന്നാൻ പറ്റുള്ളൂ. ചിക്കു കുഴിച്ചിട്ടാ മതി. ചിക്കു എല്ലായിടത്തുള്ളതല്ലേ കുഞ്ഞുങ്ങളെ? എന്നാ പുലാസാൻ കുഴിച്ചിട്ടാ മതി. പുലാസാൻ പഴം. അതൊക്കെ നമ്മളിവിടെ ഉണ്ടാകുമോ അതിൻ്റെയൊക്കെ തൈ? ചിക്കൊക്കെ പിന്നെ ഉണ്ടാവും. പക്ഷെ ചിക്കു അതിന് അങ്ങനെ ഉണ്ടാവില്ല. തിന്നാനൊന്നും വലിയ മെച്ചല്ലേ. അടക്കപ്പായം വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും കറിയിക്കാരൻ ചിക്കൂല് കഴിച്ചറിയില്ല. പിന്നെ പഴുത്താലോ വവ്വാല് കൊണ്ടുപോകും. എന്നാ മാങ്ങ വെച്ചിട്ടുള്ള മാംഗോ വെച്ചിടാ കുഞ്ഞത്. സ്ട്രോബെറിന്റെ ഒക്കെ കിട്ടണല്ലേ? പ്ലംസ് സ്ട്രോബെറി ഒന്നും ഇവിടെ ഉണ്ടാവില്ല. നമ്മളെ കാലാവസ്ഥയിൽ ഉണ്ടാവില്ല. മൾബറി ഒക്കെ കുഴിച്ചിടാം. അത് കുഴിച്ചിട്ടാ മതി. മൾബറി ഉണ്ടായാൽ നല്ല സാധനമാണത്. മൾബറി ഉണ്ടാകണേ നല്ല ഉണ്ടാവില്ല. മൾബറി കേട്ടോ. എന്നാ എനിക്ക് ഇന്നോട് പറഞ്ഞൂടെ കൈത് സൈഫിന്റെ വരയിലുണ്ടേ. പൈത്തന് ഇപ്പൊ ഉണ്ടോ അറിയില്ല. എന്നാളുണ്ട്. അതിന്റെ സീസൺ കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ സൈഫിന്റെ പേരിന്ന് പറിച്ചാണ്ട് പിന്നെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. എന്റെ അടുത്തുനിന്ന് വെച്ച് കൂട്ടിയാണ്ട് ചായ അടിക്കാം. എന്താ രണ്ടാളും നീച്ചാത്തിയാവോ?
നമ്മൾ നല്ല ഉറക്കം ഉറങ്ങണ്ടില്ലേ ടിഷ്യൂ ജിബും ജിബ്രാന് നല്ല മയക്കത്തിലാണ്. ഞാൻ ചായ കുടിക്കട്ടെ ഗൈസേ. എന്താണ് എന്താണ് എന്താണെന്ന് എനിക്ക് വേണ്ടിയേ? ബീഫില്ലാതെ എനിക്ക് ചോറുന്ന് ഇറങ്ങൂല. ബീഫ് കൊറേ എന്ന് നമ്മളെ പെരുന്നാക്ക് പിന്നെ കഴിഞ്ഞിട്ട് പിന്നെ ബീഫ് വാങ്ങിയിട്ടൊന്നുമില്ല അങ്ങോട്ട്. അപ്പൊ ഗൈസ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അല്ലേ, അപ്പൊ കുറച്ച് ബീഫ് വാങ്ങട്ടെ പോയിട്ട്. ഞങ്ങളൊക്കെ പൈസക്കാരാ, കായ് പ്രശ്നമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങളെ. അതിന്റെ എന്റെ ബസ്സിന്റെ ബാക്കി 200 കിട്ടിയിട്ട് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് 1300 കൊടുത്താൽ മതി. വരെ പോയി 1300 ഇല്ല, 500 പിന്നെ 200 ഞാൻ പോയിട്ടോ. തീരുമാനം പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തിന് എൻ്റെ പെരീക്ക് നോക്കോ വിരുന്ന് നോക്കോ? ഒരൊറ്റ അടിക്കാരൻ റാശില്ല. എന്നും നോക്കും ഓളോളെ പെരീക്കുക. ഇന്ന് പോളെ താത്ത വന്നിക്കണ പോട്ടെ നമ്മളോട് അയക്കാൻ നിൽക്കുക. പിന്നെ നമ്മൾ പുതിയ പിള്ളേരാണ് ഇറങ്ങണ വെള്ളക്കുപ്പായിട്ട് നടക്കണം. എന്തിനാ എന്ത് ചിലക്കല്ലടി? ഇല്ലല്ല, അതിനെ കുറിച്ച് ആലോചിക്കണ്ട, അതിനെ കുറിച്ച് ആലോചിക്കണ്ട. പോകാനയക്കൂല, വേണ്ട. വിരുന്ന് പോകാനുള്ള ടൈം ആയിട്ടില്ല. അടുത്ത സ്കൂൾ പൂട്ടിന് പോകാല്ലേ, പെരുന്നാക്ക് പോവാ. ആ ഇജ് എത്ര ആയാലും ഇജ് എൻ്റെ പെരേക്ക് പോകൂല. എന്നോട് പറഞ്ഞാണ് ഇന്നാള് പറഞ്ഞില്ലേ നിങ്ങളെ വിട്ട് പോകാൻ തോന്നണില്ല. ഞാൻ ബീഫ് കണ്ടിട്ടോ, ചിലക്കാപ്പൊടി. എന്നാ ബീഫ്, കാടമുട്ട, എന്നാ ബീഫ്. അബ്രു കുറേ ദിവസമായി കുഞ്ഞുമുട്ട അറിയാൻ. അത് ബീഫ്. ദൗക്കാടം, ബട്ടർ, ജ്യൂസ് വെച്ച് കൊടുക്കുക. കേടുണ്ടോന്ന് അറിയില്ല കേട്ടോ, ചെറുതായിട്ട് പഴുത്തിക്കണോന്ന്. ചിലതൊക്കെ പഴുത്തേക്കും. എന്താ പണി? എന്തിനായിട്ട്? എന്താ ബഡ് ചെയ്യേ? കൂടുതൽ കൊമ്പുണ്ടാകാനോ? ആ വേര് വന്നിട്ടാ മുറിച്ചിട്ടെടുക്കാന്. പക്ഷെ അതിനാ ബഡ് തയ്യന്റെ ഗുണം കിട്ടും. അതിന് പിന്നെ അതിന്റെ കൊമ്പല്ലേ ഞാൻ ആ സ്ഥലേ അതില് കുറച്ച് റംബുട്ടാൻ കുഴിച്ചിടാനുള്ള പരിപാടിയാ. കുഞ്ഞിപ്പാനോട് ഒരു 10 തൈ ചോദിച്ചിക്കണ്. എന്താ പൂപ്പലോ പായലോ? ഇപ്പൊ നീച്ചോളൂ. ഇത്ര നേരം ഉറങ്ങലില്ലേ? അതിന്റെ അടിയിൽ നീച്ചിട്ട് തന്നെ ഒരു സ്കൂൾക്കൊന്നും പോയിട്ട് ഞങ്ങൾ ടൈം കയറണേ. ഇറങ്ങ 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 അയ്യോ കയറരുത് കേട്ടോ. അതിന് വെട്ടിക്കഴിഞ്ഞാൽ നേരെ വെള്ളത്തിൽ കഴിയാ തോട്ടിമതാക്ക. നിങ്ങൾക്ക് ആ വെറുതെ ചെയ്താൽ മതി. ഐഡിയ എല്ലാം ചെയ്യാന്നുള്ളതല്ലാതെ പറിച്ചാ കിട്ടൂ. വെള്ളം ഏകദേശം ഇവിടെ എത്താനേക്കണല്ലേ?
പാമ്പേഴ്സ് ഒക്കെ മാറ്റി കൊടുത്തതേന്. കാലൊക്കെ കുടിച്ചിട്ടാണ് അല്ലേ? പാലൊന്നും കുടിച്ചിട്ടില്ല രാവിലെ കഴിച്ചിട്ട്. ഇപ്പൊ നീച്ചാണ്. അന്നോട് അമ്മ കയറി ഇരിക്കല്ലേ എന്ന് പറഞ്ഞില്ലേ? ആ പൊട്ടി കൊയിഞ്ഞാടും താഴത്തേക്ക്. അതുകൊണ്ടാണ് പറയണത്. ഒക്കെ പഴക്കുള്ളതാണ്. ഇതൊക്കെ നോക്കാം. റിങ്ങിന്റെ തുഞ്ചത്തിലാണ് ഈ സാധനം നിക്കണത്. ഇതോടെ പൊട്ടിയിട്ടില്ല. റിങ് പൊട്ടി നേരെ താഴത്തേക്ക്. ആ എന്നാ ചാടി. പോയി അപ്പം തിന്നോട്ടോ. പോയി ചായ പിടിച്ചു ടിഷുമാ പറഞ്ഞില്ല. പോയി ചായ പിടിച്ചു പറഞ്ഞല്ലേ. ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുന്നു. മറ്റേ ഞാൻ നീച്ചുമ്പോത്തിന് അറിയും. ഞാൻ പിന്നെ എന്റെ കയ്യമ്മ പിടിച്ചാണ്ട് ഉറക്കല്. ഇന്നിപ്പോ നിങ്ങളടുത്തൊന്നും വന്നിട്ടില്ലല്ലോ. നല്ല കുട്ടിയാണത്. ബെഡ് ചെയ്യല്ലേ അത്. അത് പുതിയ തൈ ക്രിയേറ്റ് ചെയ്യാ. അതിനെന്താ പറയാ? ഗ്രാഫ്റ്റിങ്ങോ? അതിനെന്താ പറയാ? ഡ്രാഫ്റ്റിങ്. എടാ ചവിട്ടിയിലിരുന്നാണ്ട ചായ അടിച്ചത്. കൈ അവിടെ തട്ടിയിട്ട് പിന്നെ വായിക്കൊണ്ടുവരുത് കേട്ടോ. കേട്ടോ പുല്ലുമ്മ തട്ടിക്കരുതിട്ടോ കൈ. തട്ടിച്ചൊന്നോ കാജിബ്രാ എനിക്കെന്തേന്നോ ഇന്ന് വെള്ളിയാഴ്ചയാണേ. വെള്ളിയാഴ്ചയാണ് ഇന്ന്. ബീഫൊക്കെ വാങ്ങിക്കണേ. പള്ളിക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാക്കിയപ്പോ പള്ളിക്കൊക്കെ ഉണ്ടാവോ? ആയിക്കോട്ടെ. ആയിക്കോട്ടെ ഗൈസ്.